ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കേരള സ്റ്റൈൽ ഫിഷ് കറിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. നല്ലോണം കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ നെത്തോലി മീനാണ് കേട്ടോ ഇത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മീൻ കായമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ മീനിന് കായം തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ, അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി, പിന്നെ ഒരു 5 6 ചെറിയ ഉള്ളി, അത്രയുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ കായത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞല്ല ചേർക്കുന്നത്, അല്ലാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അധികവും കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇനി പുളിയൊക്കെ കറിയിൽ പിടിക്കാനായിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പുളിയൊക്കെ കറിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള നത്തോലി മീൻ ഇട്ട് കൊടുക്കാം. ഈ മീനിന് ഞങ്ങളിവിടെയൊക്കെ ചൂടാന്ന് പറയും കേട്ടോ. അപ്പോൾ മീനൊക്കെ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വേവാവുന്നൊരു മീനായതുകൊണ്ട് തന്നെ അധിക നേരം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. ഇപ്പോഴതാ നല്ല അടിപൊളിയായിട്ട് കറി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി ഇളക്കി വരുമ്പോഴേക്ക് പൊടിഞ്ഞ് പോകുന്നുണ്ട്. ഇളക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഇളക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും കേട്ടോ വേവായത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചൂടോട് കൂടെ ഈ കറി ഒഴിച്ച് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഈ കറിയിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കറി ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എളുപ്പത്തിൽ പണി തീരണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതൊരു എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ കറിയൊക്കെ ഞാൻ ഈ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലല്ലേ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.